ഇരട്ടിയാർ മണ്ഡലം കോൺഗ്രസ് ചെമ്പകപ്പാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടിയാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വിദേശത്തേക്ക് ജോലിക്ക് പോയ 1-ാം വാർഡ് മെമ്പർ ബിൻസി ജോണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും മെമ്പർ ഇല്ലാത്തതുമൂലം വാർഡിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചുവെന്ന് ആരോപിച്ചുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ബിൻസി ജോണി 6 മാസത്തെ അവധിയിൽ പ്രവേശിച്ച് വിദേശത്തേക്ക് ജോലിക്കായി പോയത്. നിലവിൽ ഈ വാർഡിന്റെ ചുമതല ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനാണ്. എന്നാൽ മെമ്പർ വാർഡിൽ ഇല്ലാത്തതുമൂലം അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനമടക്കം അവതാരത്തിലായതായും പഞ്ചായത്ത് മെമ്പറിന്റെ ഒപ്പിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി വാർഡിലെ ജനങ്ങൾ കിലോമീറ്റർ സഞ്ചരിച്ച് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രസിഡന്റിനെയോ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയോ കാണേണ്ട സാഹചര്യമാണ് നിലവിലെന്നും കോൺഗ്രസ് പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇരട്ടയാർ ചെമ്പകപ്പാറ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. വാർഡിലെ ജനങ്ങളോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ രാജിവെച്ചിട്ട് വേണമായിരുന്നു വിദേശത്തേക്ക് പോകേണ്ടതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ധർണാ സമരത്തിന് മുന്നോടിയായി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇരട്ടയാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനമായാണ് എത്തിയത്. തുടർന്ന് നടന്ന ധർണയിൽ വാർഡ് പ്രസിഡന്റ് ജോണി കാരിക്കൊമ്പിൽ അധ്യക്ഷനായിരുന്നു. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS യശോധരൻ ഉദ്ഘാടനം ചെയ്തു. ആളുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനോ ആ വാർഡിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കോ ആ വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ വാർഡിനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ 7 മാസക്കാലമായി ഇല്ല എന്ന് പറയുമ്പോൾ നിരവധിയായ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ ഇടപെടുക. മണ്ഡല പ്രസിഡന്റ് ഷാജി മടത്തുമുറിയിൽ, പഞ്ചായത്ത് മെമ്പർ റജി ഇലിപ്പുലിക്കാട്ട്, മാത്യു കൊച്ചുകുറുപ്പാശ്ശേരി, അഭിലാഷ് പരിന്തിരിക്കൽ, ബിജി കാവുകൽ, സിബി ഇലഞ്ഞിക്കൽ, സുമേഷ് കാരിപ്പോട്ട്, മോളി ഇളംപുരയിടത്തിൽ, അർണോൾഡ്, ആൽബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.